വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ബട്ടർ റെഡിയത്. നമുക്കിന്ന് ദുറ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ കോണെടുത്ത് മുറിച്ച് കുഞ്ഞിയത് അടുത്തതായിട്ട് നമ്മൾ ബട്ടർ സ്ലൈസ് ആക്കിയതാണ്. നമ്മൾ വില്ലേജ് ബട്ടർ അത് ഏത് ബട്ടറായാലും അത് മെൽട്ടാക്കിയത് നമുക്ക് ഇങ്ങനെ ചേർക്കാം. വേണമെങ്കിൽ മെൽട്ടാക്കി ചേർത്ത് വെക്കാം. നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്യാം. പുന്നാരങ്ങ ഉള്ള അതിന് കത്തി പുന്നാരങ്ങ അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റാണ് അത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പം തന്നെ നല്ല ഇതുണ്ട്. അപ്പം നല്ലോണം മിക്സാക്കി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. കുറച്ചിട്ട് മതി. ചിലപ്പോൾ സാധാരണ കുറച്ചുണ്ടാവും. അത് പെറ്റ് കൊടുക്കണം. അത് മിക്സ് ചെയ്യണം. കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് ആവശ്യമുണ്ടാവും കൊണ്ടാണ്. പിന്നെ കുറച്ച് മുളക് കൊണ്ടും നമ്മൾ തിന്നിട്ടുള്ളതാണ്. നമ്മൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കാണുമ്പോൾ ഇതായിരിക്കും എനിക്ക് തന്നെ തോന്നുന്നു ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. കാണുമ്പോൾ തന്നെയൊക്കെ അങ്ങനെ തോന്നുന്നത്. അതിന് നമുക്ക് കുറച്ച് കുരുമുളക് ആവശ്യമുണ്ടെങ്കിൽ പോയി ഇടാം. ലവണം മുറിക്കാം. അപ്പോൾ ലെമൺ പിഴിയുന്ന സാധനം നമ്മൾ കൊണ്ട് പിന്നെ കുഴപ്പമില്ല. അരച്ചിട്ടോട് വീണെടുക്കാം. നമുക്ക് കുറച്ചും കൂടി നീര് പിന്നെ നമുക്കത് ശരിക്കും വെച്ചാണ് അതന്നെ. പിന്നെ ഇളക്കാം. നമുക്ക് നല്ലോണം ഇളക്കിയതിന് ശേഷം പറയാം. അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കിയിട്ടുണ്ട്. നല്ലോണം ഇളക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് വയ്ക്കാം. കുറച്ച് ഇടട്ടെ. അത് ഇഷ്ടമെന്നാണ് ടേസ്റ്റ് ഉണ്ടാവും. ഇത്ര മതി. നമ്മൾ കുറച്ചിടാം എടുക്കാം. ഇങ്ങനെ കൂട് പൊരിഞ്ഞിട്ട് അതിൻ്റെ മേലെ കുറച്ച് മുളക് പൊരിഞ്ഞാൽ മതി. അപ്പം തന്നെ നമുക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഓൾക്ക് അങ്ങനെ ആക്കിക്കൊട്ടെ. നമുക്ക് കുറച്ച് ഇത് ആക്കി കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ബട്ടർ മെൽറ്റ് ചെയ്ത് കൊടുക്കാം. ഈ മൂന്ന് പൊടികൾ ചേർക്കാം. പിന്നെ ഇതില്ല കോണ് നമുക്ക് പുഴിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് സ്ലൈസ് ആക്കി ഇങ്ങനെ ആക്കാം. ഇങ്ങനെ കുഴപ്പമില്ല. ഇങ്ങനെ ഒന്നായിട്ട് ആയാലും കുഴപ്പമില്ല. അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇളക്ക് ചില കൂടിയാകുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് മുളക് എന്നീ ഐറ്റംസ് എല്ലാം ചേർത്തെടുത്ത് തിന്നാം. നല്ല ടേസ്റ്റാണ്. ഇളക്കിയിട്ട് നല്ലോണം ഇളക്കിയിട്ട് തിന്നാം. പിന്നെ പുൽനാരങ്ങയും പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ ബൈ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.